ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് നിഷയ്ക്ക് നമ്മളൊരു സർപ്രൈസ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെ കല്യാണമൊക്കെ ആയതല്ലേ. അപ്പോൾ അവൾ ഇന്ന് മൈസൂരിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ മൈസൂരിൽ നിന്ന് തിരിച്ചു വന്നപ്പം നമ്മളൊക്കെ ഒരു സർപ്രൈസ് വീഡിയോ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു ബ്രൈഡൽ ഷവർ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പുറത്തുനിന്നൊക്കെ ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതൊരു തിരക്ക് കാരണം അതൊന്നും നടന്നില്ല. അപ്പോൾ ഞാനിവിടെ മേമാൻ്റെ വീട്ടിൽ അതൊക്കെ സംഭവങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ഞാനും ആദ്യം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. എന്നിട്ട് മുന്നേൻ്റെ അടുത്ത് ഞാൻ തലേന്ന് തന്നെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെൻറ്റിന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് റൂം എന്തായാലും ഞാൻ വന്നപ്പോഴത്തേക്കും മുന്നേ ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഓനും കൂടെ രണ്ടുപേരും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി സംഭവങ്ങൾ എല്ലാവരുടെ അടുത്ത് കുറേ പേരെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഫാമിലി മെമ്പേഴ്സിലൊക്കെ തന്നെ ആരൊക്കെ എല്ലാവരും ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ലേ വരും എന്നുള്ളത്. രാത്രിയാണ് പരിപാടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓള് വന്ന ആ ഒരു ടൈം, ഓള് വൈകുന്നേരമാണ് എത്തിയിട്ടുള്ളത്. ഞാനോളെ കണ്ടിട്ടില്ല, ഓള് വീട്ടിലെത്തിയെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഓള് വന്നിട്ടുണ്ട്. അവൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരികയാണ്. നമ്മൾ നാളെ അമ്മക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒക്കെ വന്ന ക്ഷീണം ഞാൻ ഇന്ന് തന്നെ പോകണോ, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുന്നെയാണ് കൊണ്ടുവരാൻ പോവുക. അപ്പോൾ ഓരെന്തായാലും വരുന്നുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് പറ്റൊന്നും പറയണില്ല, ഇനിയെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ അതങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരുക്കങ്ങൾ. അതിപ്പോൾ ഞാൻ പകുതിയാക്കിയപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ബാക്കി ഇത്രയും ബലൂണുകൾ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി മുന്നേ മോനും കൂടെ അതൊക്കെ തന്നെ ഈ ഒരു രീതിയിൽ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും അധികം പണിയൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ റെൻറ്റിനെടുത്ത സാധനങ്ങളായിരുന്നു. അങ്ങനെ മുന്നേ ഉമ്മാനി ഓളയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പോൾ ഒന്നിങ്ങനെ ഡോറ് തുറക്കണം. മുന്നേനോട് ഞാൻ ബാക്കിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിൽ മോനും വീഡിയോ എടുക്കുന്നുണ്ട് അകത്ത്. ശരിക്കും അവൾ ചമ്മി പോയിട്ടുണ്ട്. ഞങ്ങൾ സംഭവത്തിൽ ഓള് വന്ന് ഡോറ് തുറക്കുമ്പോൾ തന്നെ ലൈറ്റ് ഇട്ടിട്ട് ഉടനെ പോപ്പർ പൊട്ടിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ആ പോപ്പർ പൊട്ടിയില്ല, അതവിടെ പാളിപ്പോയി. എന്തായാലും ഹാദിക്കോളെ കുറേ നാൾ കഴിഞ്ഞിപ്പോൾ കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി. ആ മൊമെന്റ്സാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഇമോഷണൽ മൊമെന്റ്സ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ഗ്രേ തീമിലാണ് സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓളെ കയ്യിൽ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. അങ്ങനെ ഓള് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് വന്നു. അപ്പോൾ ഓളത് കണ്ടിട്ട് ഓളെ എക്സ്പ്രഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നനോട് അകത്ത് റൂമിൻ്റെ അകത്ത് കയറിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവൾക്ക് പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും വരില്ല. ആളൊരു ഇൻട്രോവേർട്ട് പോലത്തെ ഒരു ടൈപ്പല്ലേ. ഞാൻ ഇതിനേക്കാളും വലിയൊരു എക്സ്പ്രഷനെ പ്രതീക്ഷിച്ചു. പക്ഷെ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു സർപ്രൈസ് അവൾക്ക് എന്തായാലും ലൈഫിൽ ആദ്യമായിട്ട് കിട്ടാവും. ഇനിയാണ് ഇവിടെ വൻ കോമഡി അരങ്ങേറാൻ പോണത്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കണ്ടോളൂ കേട്ടോ. ഞാൻ മുറിച്ചാടാതെ പൊട്ടുവോ? ഞാൻ പൊട്ടിച്ചേ. അങ്ങനെ ഫൈനലി മുന്നേ ഉദ്യമത്തിൽ വിജയിച്ചിരിക്കുകയാണ് ഗായ്സ്. ഓക്കെ, അങ്ങനെ ഫൈനലി പോപ്പർ പൊട്ടി. അപ്പം ഇനി നമ്മൾ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാണ്.
ഇനി നമ്മുടെ താരത്തിന്റെ കേക്ക് കൊടുക്കലാണ് കാണാൻ പോണത്. കേക്ക് കൊടുക്കല്ല, ആദ്യം ഓൻ തിന്നിട്ടാണ് ഓക്ക് കൊടുക്കണം. അവൾ ഒരുക്കാനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓനൊരു പീസ് കഴിച്ച്. അങ്ങനെ മുന്നേൻ്റെയും മേമൻ്റെയും കൂടെ കേക്ക് കൊടുക്കലോട് കൂടി നമ്മുടെ പരിപാടികൾ ഇവിടെ അങ്ങനെ അവസാനിച്ചു. അങ്ങനെ പിന്നീട് ഫോട്ടോ സെഷൻസ് ഒക്കെ തന്നെ ആരംഭിച്ചു. ശരിക്കും എനിക്കിങ്ങനെ കസിൻസ് വരെ പെൺകുട്ടികളെല്ലാവരും എത്തി, അമ്മോനും മോളെയും അവരൊക്കെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെക്കന്മാർക്കും അവർക്കും അങ്ങനെ എത്താൻ പറ്റില്ല. എൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊക്കെ രാത്രിക്കത്തെ അത് പെട്ടെന്ന് ഉണ്ടായതായതുകൊണ്ട് രാത്രി എല്ലാവർക്കും വർക്കൊക്കെ കഴിഞ്ഞ് എത്താൻ ആ ഒരു ടൈമിൽ എത്തിച്ചേരാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. എന്തായാലും സംഭവം ഹാപ്പി ആയിട്ട് തന്നെ നടന്നു. ഇനി എന്തായാലും ഞങ്ങൾ കല്യാണത്തിന് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടും. മുത്തും ഇക്കയും ഇല്ലാത്ത ഒരു വിഷമമുണ്ട്. ഓരോക്കെ കൂടെ കൂടിയിട്ടാണ് നമ്മൾ വാട്സപ്പിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയും പരിപാടികളൊക്കെ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ ഇതിന് ലാസ്റ്റ് ഞാൻ ഓളോട് ഇതിൻ്റെ അഭിപ്രായം ചോദിക്കണ്ടല്ലോ. എന്താണ് ഫീൽ ചെയ്തത്? ഞാൻ ഒന്നും കരുതിയിട്ടില്ല. അയ്യോ, ഞങ്ങൾ ഈ ഫസ്റ്റ് വിളിച്ചപ്പോ വരൂല മുന്നേ അറിഞ്ഞോള് വരൂല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഞാൻ വലിച്ചു കൊണ്ടുവന്നോണ്ടിയാനു. ഞാൻ വരൂല, എന്നോട് എനിക്കറിയില്ല. ഇമ്മെങ്കിലും പറഞ്ഞ് ഞാൻ വരാക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ വരുമാണ്. അന്നൊക്കെ പ്ലാൻ ആക്കിക്കണോ എന്ന് ഇക്കാക്കെ? മിഞ്ഞാന്നാണ് ഇതിൽ ഏകദേശം തീരുമാനമായത്. അപ്പൊ ഞാൻ ഇക്കാക്കാനെ പിന്നെ ഞാൻ വിളിച്ചു. നിങ്ങൾ ഓളോട് പറയരുത് കേട്ടോ. അവനോട് എനിക്ക് അറിയാം, സർപ്രൈസ് അല്ലേ. അന്ന് വിളിച്ചപ്പോ ഭയങ്കര ചിരിയൊക്കെ. ഞാനല്ലാണ്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി സെറ്റ് ആക്കിക്കല്ലേ.